എല്ലാവർക്കും സൗഖ്യതയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൽ ഒഴിച്ച ചിക്കൻ കറിയാണ് ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ചേരുവകൾ നോക്കാം. 1/2 കിലോ നന്നായിട്ട് ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ 1/2 കിലോ. അതിലേക്ക് എല്ലാം കൂടി ഒന്നിച്ചാണ് കുക്കറിലിടുന്നത്. 4 സവാള വൃത്തിയാക്കി 2ആയിട്ട് പിളർന്നത്, ഒരു ഉരുളക്കിഴങ്ങ് 2 കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല, ഒരു എരിവ് കുറഞ്ഞ ഒരു 8 പച്ചമുളക്. പിന്നീട് അതിൻ്റെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. അകത്ത് ഒഴിക്കാനുള്ള രണ്ടാം പാലാണ് തേങ്ങയുടെ. ഇത് ലാസ്റ്റിൽ ഒഴിക്കാനുള്ള കട്ടി തേങ്ങാപ്പാൽ. ഇതിനകത്ത് സെലറി, കറിവേപ്പില, മല്ലിയിലയൊക്കെ ചേർത്തിട്ടുണ്ട്. അത് അവസാനമാണ്. കുറച്ച് ടൊമാറ്റോയും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചൂടായ കുക്കറിലേക്ക് ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യമായി ചിക്കൻ, കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. അതിലേക്ക് സവാള, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി. മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടുക. മല്ലിപ്പൊടി ചെറുതായി ചൂടാക്കിയതാണ്, 2 ടേബിൾ സ്പൂൺ ഇട്ടു. മുളക് പൊടി അത് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂൺ ഇട്ടു. ഇത് നമുക്ക് ഇളക്കാം. അതിലെ തേങ്ങാപ്പാൽ ഇതിലാണ് വേവുന്നത്. അടയ്ക്കാം. ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇടാം. നന്നായിട്ട് ആവി വന്നു, വെയിറ്റ് ഇടാം. 4 വിസിൽ കേൾക്കട്ടെ. അപ്പോൾ നമുക്ക് അടച്ച് തണുക്കുമ്പോൾ തുറന്ന് നോക്കാം. കുക്കറിലെ ചിക്കൻ തേങ്ങാപ്പാൽ വെന്ത് നന്നായി ഉടനെ ശരിയായി വെന്തു. ഇനി നമുക്ക് ഓരോന്ന് ചേർക്കാം. ഗ്യാസ് കത്തിച്ചു, ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. 4 വിസിൽ കേട്ടിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് ഒന്നും കൂടി 1 വിസിലും കൂടെ കേൾപ്പിക്കണം. അടുത്തത് ടൊമാറ്റോ വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ്. സെലറി, മല്ലിയില, കറിവേപ്പില ഇട്ടു. സെലറി ഉണ്ടെങ്കിൽ മാത്രമേ, ഇതുണ്ടായതുകൊണ്ട് ഇട്ടതാണ്. ഉപ്പ്, മുളക്, മസാലയൊക്കെ അതിന് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. എല്ലാം വെന്ത് ചേരട്ടെ, ഒന്ന് ചൂടാവട്ടെ. ടൊമാറ്റോയും മല്ലിയിലയും ഒക്കെ ഒന്ന് വെന്ത് ചേരണം. പച്ചച്ചോറയൊക്കെ മാറി വെന്ത് ചേരണം. എല്ലാം നന്നായി വെന്ത് ചോദിച്ചു. നട്ട്സ് ഒരു 10-20 ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ ചതച്ച് വെച്ചു. അരച്ചതല്ല, ചതച്ച്. ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണത്. കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ആക്കിയാണ് ഫ്ലെയിം. കട്ടി തേങ്ങാപ്പാലായതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല, ഒരു തുള്ളി വെളിച്ചെണ്ണ. ഇനി നന്നായി തിളപ്പിക്കേണ്ട കാര്യം, നന്നായി ഇളക്കാം. തയ്യാറായി, ഇനി വാങ്ങി വയ്ക്കാം. അങ്ങനെ കുക്കായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ക്രിസ്മസിനെ പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.